3 മാസത്തിലേറെയായി പോലീസിന്റെ കണ്ണുവെട്ടിച്ച് സംസ്ഥാനത്തിനകത്തും പുറത്തും ഒളിവിലായിരുന്ന പ്രതികളെ പിടികൂടി. പാലക്കാട് തൃത്താല ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വധശ്രമം ഉൾപ്പെടെ വിവിധ കേസുകളിൽ ഉൾപ്പെട്ട 2 പേരാണ് ഇന്ന് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ഗോകുൽ VS ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഗോകുൽ, നമ്മളിപ്പോൾ പുറത്തേക്ക് കാണിക്കുന്ന പ്രേക്ഷകർക്ക് കാണിക്കുന്ന ഒരു ദൃശ്യം എന്ന് പറയുന്നത് ഇപ്പോൾ പിടിയിലായ ഇവർ മുൻപ് ഉൾപ്പെട്ട ഒരു കേസ് മാത്രമാണ്. അതിൽ തന്നെ എത്ര ക്രൂരമായാണ് മർദ്ദിക്കുന്നത്, ആക്രമിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. ഇവർ പോലീസിനെ വെട്ടിച്ചു കടന്നു. ഗുണ്ടൽപേട്ടിൽ വെച്ചും പോലീസിനെ കബളിപ്പിച്ചവർ രക്ഷപ്പെട്ടിരുന്നു. എങ്ങനെയാണ് കേരള പോലീസ് ഈ കൊടും കുറ്റവാളികളെ പിടികൂടിയത്? അനശ്വര, നമ്മൾ ഈ കണ്ട ദൃശ്യമുണ്ട്. ഈ ദൃശ്യത്തിൽ പെട്ട കേസിലാണ് ഇവർക്കെതിരെയുള്ള പ്രധാനപ്പെട്ട ഒരു കേസ്. അതൊരു കേസ് മാത്രമാണ്. വിവിധ തരത്തിലുള്ള കേസുകൾ ജുബൈറിനും ആറകോട്ടിക്കര സ്വദേശി രാജേഷിനുമെതിരെയുണ്ട്. ജുബൈറിനെ ഗുണ്ട ജുബൈർ എന്നാണ് ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇയാൾ അറിയപ്പെടുകയും ചെയ്യുന്നത്. 1 മാസം മുൻപ് ഇയാൾ ഗുണ്ടൽപേട്ടിൽ വെച്ച് പോലീസിനെ കബളിപ്പിച്ച് വണ്ടി ഉപേക്ഷിച്ച് ബാംഗ്ലൂർക്ക് കടന്നു കളഞ്ഞിരുന്നു. പിന്നീട് ഇയാളെ പോലീസ് സ്ഥിരമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇയാളുടെ ഫോൺ ഓണായ സ്ഥലങ്ങളിലെല്ലാം തന്നെ പോലീസ് പോയി അന്വേഷണം നടത്തി ബാംഗ്ലൂരിൽ വെച്ച് ഇയാളെ പിന്തുടർന്നു. അതിനുശേഷം ഇയാൾ തിരികെ നാട്ടിലെത്തുന്നു എന്നുള്ള വിവരമാണ് കഴിഞ്ഞ ദിവസം പോലീസിൽ ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രഹസ്യമായി പോലീസ് നീങ്ങുകയും ഇയാൾ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ചെറുപ്പശ്ശേരിയിൽ വെച്ച് തന്നെ ഇവരെ പിടികൂടുകയുമായിരുന്നു. 2 പേരെയും പിടികൂടുകയായിരുന്നു. ഇതിനിടെ പോലീസിന്റെ പിടിയിൽ നിന്ന് ഓടി മതിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ജുബൈറിന്റെ കാലിന് പരിക്കേൽക്കുകയും ചെയ്തു. ഏതായാലും കുറച്ചു നാളുകളായി, ഏകദേശം 3 മാസത്തിലധികമായി ഇവർ പോലീസിനെ കബളിപ്പിച്ച് പല സ്ഥലങ്ങളിലുമായി ഒളിവിൽ കഴിയുകയായിരുന്നു. ഇപ്പോൾ ഒരുപക്ഷെ ഇവർ ഇതിനു മുൻപ് ബാംഗ്ലൂരിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നു. അവിടേക്ക് പോലീസ് എത്തുമ്പോഴേക്കും പിന്നീട് പോലീസിനെ വെട്ടിച്ച് മറ്റു സ്ഥലത്തേക്ക് കടന്നു കളയും. അത്തരത്തിൽ ഇവർ വിവിധ സ്ഥലങ്ങളിൽ ഇങ്ങനെ കറങ്ങി അല്ലെങ്കിൽ അത്തരത്തിൽ നടക്കുകയായിരുന്നു. ഒടുവിൽ ഏതായാലും ഇപ്പോൾ ഇവർ പിടിയിലായി എന്നുള്ളതാണ്. 3 മാസമാണ് ഇവർ ഇത്തരത്തിൽ ഒളിവിൽ കഴിഞ്ഞത്.